മേരിയെ ഉപേക്ഷിക്കാൻ ജോസഫ് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ ജോസഫിന്റെ അരികിൽ വരുന്നതും യേശു ദൈവപുത്രനാണെന്നുള്ള സത്യത്തെ വ്യക്തമാക്കുന്നതും. അവിടെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട തന്റെ മണവാളനായി വെളിപ്പെടേണ്ട ജോസഫ് പോലും മേരിയെ ഉപേക്ഷിക്കാൻ, നിഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെങ്കിൽ എന്തായിരിക്കും മേരി സമൂഹത്തിന്റെ നടുവിൽ നിന്ന്, കുടുംബക്കാരുടെ ഇടയിൽ നിന്ന്, ദേശക്കാരുടെ ഇടയിൽ നിന്ന് ഈ ഒരു സംഭവത്തിൽ തെറ്റിദ്ധാരണ നിമിത്തം ആരോട് പറഞ്ഞാൽ വിശ്വസിക്കും? ഇത് പരിശുദ്ധാത്മാവിനാലാണ് യേശു ജനിച്ചതെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? പലപ്പോഴും ഈ സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളൊന്നും പലർക്കും വിശ്വസിക്കാൻ അറിയില്ല, നന്നായി വിമർശിക്കാൻ അറിയാം. പ്രകൃതിയാതീതമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ വിശ്വസിക്കാൻ കഴിയുന്നവരെക്കാൾ കൂടുതൽ വിമർശിക്കുന്നവരുടെ എണ്ണമായിരിക്കും അധികം. ശിഷ്യന്മാരാണെങ്കിൽ പോലും യേശു കർത്താവ് കടലിന്റെ മുകളിലൂടെ നടന്നു വരുന്ന കാഴ്ച കണ്ടപ്പോൾ ശിഷ്യന്മാരും പറഞ്ഞില്ലേ, ഭൂതമാ വരുന്നതെന്ന്, ദൈവത്തിന് അത് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം അവർക്കില്ലാതെയായി പോയി. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഭൂതമല്ല അത് ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. പിശാചിന് പ്രവർത്തിക്കാൻ കഴിയും, പിശാചും പൊടിക്കൈകളൊക്കെ കാണിക്കും. പക്ഷെ അതൊന്നും മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതോ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതോ രക്ഷയിലേക്ക് നയിക്കുന്നതോ അല്ല. പക്ഷേ ദൈവത്തിന്റെ പ്രവർത്തികൾ എപ്പോഴും രക്ഷയിലേക്ക് നയിക്കുന്നതും ദൈവസ്നേഹത്തിലേക്ക് നയിക്കുന്നതും ദൈവ സാന്നിധ്യത്തിലേക്ക് നയിക്കുന്നതുമാണ്. മേരിയിൽ സംഭവിച്ച ഈ സത്യത്തെ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷെ മേരിയുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ? കർത്താവ് പറഞ്ഞത് അവൾ അതുപോലെ വിശ്വസിച്ചവളും അനുഭവിച്ചവളും ആണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പിന്നത്തേതിൽ ജോസഫിന് ഈ സത്യം മനസ്സിലാക്കി മേരി പ്രസവിക്കുവാൻ, മറിയം പ്രസവിക്കുവാനുള്ള സമയം അടുത്തതായ സാഹചര്യത്തിൽ മേരിയെയും കൂട്ടിക്കൊണ്ട് അതിവേഗത്തിൽ ഇവിടെ നിന്നും പോകണമെന്നുള്ള ആ വാർത്ത ജോസഫിന് ലഭ്യമാകാൻ ഇടയായി തീർന്നു. എന്നാൽ ഞാൻ ആ ഭാഗത്തിലേക്ക് വരുന്നു. അതിനു മുൻപ് ഈ മറിയത്തിന്റെ പ്രസവകാലം അടുത്ത സമയത്ത് ജോസഫ് മറിയത്തെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ്. ഓരോ സ്ഥലത്തും എത്തുമ്പോൾ വാതിലുകൾ ഓരോന്നും അവരുടെ മുമ്പിൽ അടയപ്പെടുകയാണ്. കാരണം എല്ലാവർക്കും ഒന്നും ഇത് ഉൾക്കൊള്ളാനായി കഴിയുന്നില്ല. ജോസഫിന്റെ സ്ഥലമാണ് ഈ ബെത്ലഹേം എന്ന് പറയുന്നത്. നസ്രയത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 80 മൈൽ ദൂരമുണ്ട് ബെത്ലഹേമിലേക്ക്. 128 കിലോമീറ്റർ ദൂരമുണ്ട് ബെത്ലഹേമിലേക്ക്. നസ്രയത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് പോകണമെങ്കിൽ 128 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഈ യാത്രാമധ്യയിൽ ഈ വഴിയാത്രക്കാർക്ക് ഇടത്താവളങ്ങളുണ്ട്. അവർക്ക് ഇടയ്ക്കൊക്കെ റെസ്റ്റ് ചെയ്യാൻ, താമസിക്കാനുള്ള ചെറിയ ഇടത്താവളങ്ങൾ. ആ ഇടത്താവളത്തെയാണ് ഇവിടെ വഴിയമ്പലം എന്ന് പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഇടത്താവളത്തിൽ താമസിക്കുമ്പോൾ ഈ വന്നവരുടെ വാഹന മൃഗങ്ങൾ, ഇപ്പൊ നമ്മള് ഒരു ഹോട്ടലിൽ താമസിക്കാൻ പോയാൽ നമ്മുടെ കാറ് പാർക്കിംഗ് ഏരിയയിൽ ഇട്ടിട്ട് നമ്മൾ കയറി പോകുന്നത് പോലെ അന്നത്തെ കാർ എന്ന് പറയുന്നത് കഴുതയാണ്, അന്നത്തെ കാർ എന്ന് പറയുന്നത് കുതിരയാണ്. ഈ കുതിരകളെയും കഴുതകളെയും ഒക്കെ കൊണ്ട് കെട്ടുന്ന ഒരു പ്രത്യേക ഇടമുണ്ട്, ഒരു തൊഴുത്ത് പോലത്തെ ഒരു സംവിധാനം എല്ലാ ഇതുപോലത്തെ വഴിയമ്പലങ്ങൾക്കുമുണ്ട്. ആ വഴിയമ്പലത്തിൽ ഇവർ ചെന്നു. വാതിക്കൽ, അപ്പൊ വഴിയമ്പലത്തിൽ എല്ലാവർക്കും സ്ഥലമില്ലെന്നല്ല, വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ ശിശുവിനെ പശുത്തൊട്ടിയിൽ കിടത്തുവാനിടയിൽ. അതും ഒരു പ്രവചനത്തിന്റെ നിവർത്തീകരണമാണ്. യേശു ബെത്ലഹേമിൽ ജനിച്ചത് തന്നെ ഒരു പ്രൊഫസിയുടെ ഫുൾഫിൽമെന്റ് ആണ്. മീഖായുടെ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, ജിജി പാസ്റ്ററെ ആ ഭാഗം ഒന്ന് പെട്ടെന്ന് വായിക്കുന്നത് വളരെ നന്നായിരിക്കും. മീഖ 5:2 ആ പ്രൊഫസിയുടെ ഫുൾഫിൽമെന്റ് ആണ് യേശു ബെത്ലഹേമിൽ ജനിക്കുവാനിടയായത്. നീയോ ബെത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു. നീയോ ബെത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്നും ഉത്ഭവിച്ചു വരും. ഇസ്രായേലിന് അധിപതിയായവൻ, ലോകത്തിന്റെ രക്ഷകൻ ബെത്ലഹേമിൽ നിന്നാണ് പുറപ്പെട്ടു വരുന്നതെന്ന സത്യം, ഒരു പ്രവചനം അവിടെ വ്യക്തമായി കിടക്കുന്നു. പ്രിയരെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രവചനത്തിന്റെ നിവർത്തീകരണം ഉണ്ടാകാൻ വേണ്ടിയാണ് നിശ്ചയമായിട്ടും യേശു ബെത്ലഹേമിൽ ജനിച്ചത്. ഈ ജോസഫ് എന്ന് പറയുന്നത്
ദാവീദ് ഗോത്രത്തിന്റെ ഭാഗമായിരുന്നു. ദാവീദിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ എന്തുകൊണ്ട് ദാവീദ് ഗോത്രത്തിൽ യേശു ജനിച്ചു എന്നതിന്റെ ഒരു ഭാഗം മാത്രം നിങ്ങളോട് സംസാരിച്ചു. എന്നാൽ മറ്റൊരു ഭാഗം ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ആ കാര്യം ഒന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയാണ് ആ ഭാഗം. കർത്താവിന്റെ ദാസൻ ഒന്ന് വായിച്ചാലും. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസേഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. എല്ലാവരും വിചാരിച്ചത് അവൻ ജോസഫിന്റെ മകനായിരിക്കുമെന്നാണ്. അടുത്ത വാക്യം, യോസഫ് ഹേലിയുടെ മകൻ, ഹേലി മത്താത്തിന്റെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ, ലേവി മേൽക്കിയുടെ മകൻ, മേൽക്കി എന്നായുടെ മകൻ, എന്നായി യോസെഫിന്റെ മകൻ, യോസെഫ് മത്തത്തിയോസിന്റെ മകൻ. ഇനി അതിന്റെ 38-ാം വാക്യം നോക്കിയേ. കൈനാൻ ഏനോഷിന്റെ മകൻ, ഏനോഷ് ഷേത്തിന്റെ മകൻ, ഷേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. നോക്കിയേ, ക്രിസ്തു ജനിച്ചത് ഒരു ദരിദ്ര കുടുംബത്തിലാണ്. ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ അന്നത്തെ കാലത്തെ ഒരു സാധാരണ ആശാരിപ്പണിക്കാരനായിരുന്നു, ഒരു ജോലിക്കാരനായിരുന്നു. അദ്ദേഹം ആ നിലയിൽ ജീവിച്ച മനുഷ്യനാണ്. ഓരോ ദിവസവും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിച്ച മനുഷ്യൻ. ഞാനിവിടെ മനസ്സിലാക്കിയൊരു സത്യം, ദരിദ്ര കുടുംബത്തിൽ ജനിക്കുന്നവരെല്ലാം പരാജിതരല്ലെന്നും സമ്പന്ന കുടുംബത്തിൽ ജനിച്ചവരെല്ലാം വിജയികളല്ലെന്നും ക്രിസ്തു കാണിച്ചു തന്നു. അപ്പന്റെ കൂടെ ആശാരിപ്പണി ചെയ്ത് ജോലി ചെയ്ത് മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്താണ് ക്രിസ്തുവും വളർന്നത്. പ്രിയരെ, ലൂക്കോസ് 2-ന്റെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ മാതാപിതാക്കളെ സഹായിച്ചുകൊണ്ട് അവന്റെ പേരൻസിന് സബ്മിസീവായി കീഴടങ്ങിയിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ മേരിക്ക് മാത്രമേ കാര്യങ്ങളെല്ലാം അറിയത്തുള്ളായിരുന്നു. അവന്റെ അമ്മ ഹൃദയത്തിനകത്ത് സകല കാര്യങ്ങളും സംഗ്രഹിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. മേരിയും ജോസഫും പല വാതിലുകളും മുട്ടിയിട്ടും അവർക്ക് യേശുവിനെ അല്ലെങ്കിൽ മറിയത്തിന് യേശുവിനെ പ്രസവിക്കുവാനുള്ള ഇടം ലഭിച്ചില്ല. ഫൈനലി നമുക്കറിയാം, യേശു എവിടെയാണ് യേശുവിനെ പ്രസവിച്ചതെന്ന് വ്യക്തമായി ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷേ ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് പശുത്തൊട്ടിയിൽ കിടത്തി എന്നത് ഉറപ്പാണ്. അപ്പൊ ഉറപ്പായിട്ടും ഏതോ ഒരു ഭാഗത്ത് യേശു കർത്താവിനെ മേരി പ്രസവിച്ചു. എന്നാൽ ആ കുഞ്ഞിനെ മേരി കിടത്തിയത് ഈ പശുത്തൊഴുത്തിനകത്താണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയൊരു സത്യം, ഈ ലോകത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും, ജനിക്കപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളും, ഈ ലോകത്തിൽ ജനിക്കപ്പെട്ട ഞാൻ നിങ്ങൾക്കും എല്ലാം ജനിക്കാൻ ഒരു സ്ഥലമുണ്ടായിരുന്നു. പക്ഷെ ജനിക്കാൻ ഒരു സ്ഥലം കിട്ടാതെ എവിടെ പ്രസവിക്കുമെന്ന് അലഞ്ഞ് ഉദരത്തിൽ പേറി നടന്ന് ഒടുവിൽ പ്രസവിച്ച് കിടത്താൻ വേറൊരു സ്ഥലം ഇല്ലാത്തത് കൊണ്ട് പശുത്തൊഴുത്തിൽ ക്രിസ്തുവിനെ കിടത്തിയെങ്കിൽ, നമ്പർ 1 നോട്ട് ചെയ്തോ, നമ്പർ 1 അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഒരു സമൂഹം അവനാരെന്നറിയാതെ അവനെ തിരസ്കരിക്കുകയാണ്. ഈ നമ്മളൊക്കെ പൊതുവെ പറയുന്ന ഒരു പദമാണ്, ഞാൻ ജനിച്ചു വളർന്നത് ഇന്ന സ്ഥലത്താണ്. കുവൈറ്റിലാണ് ഞാൻ ജനിച്ചു വളർന്നത്, പക്ഷെ പഠിക്കാൻ പോയത് അമേരിക്കയിലാണ്. കൊട്ടാരക്കരയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്, പ്രവർത്തിക്കുന്നത് ഇന്ന സ്ഥലത്താണ്. കോട്ടയത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഇങ്ങനെ എല്ലാവർക്കും പറയാൻ ഒരു അനുവാദം അല്ലെങ്കിൽ ഒരു സാക്ഷ്യമുണ്ട്, ഞാൻ ജനിച്ച് വളർന്നത് ഇന്ന സ്ഥലത്താണ്. പക്ഷേ ജനിച്ച സ്ഥലത്ത് വളരാൻ പറ്റാതെ പോയ അനുഭവമായിരുന്നു യേശുവിനുണ്ടായിരുന്നത്. ജനിച്ചെടുത്ത് വളരാൻ അനുവദിച്ചില്ല. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ, വായിക്കാം പാസ്റ്ററെ. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെ കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. അപ്പോ നീ എഴുന്നേറ്റ് ശിശുവിനെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് പോയി, ഞാൻ നിന്നോട് പറയുന്നത് വരെ അവിടെ പാർക്കുക എന്ന് യോസഫിനെ ദൈവം അറിയിക്കുമ്പോൾ, ജനിച്ച സ്ഥലത്ത് കർത്താവായ യേശുവിന് വളരാൻ സാഹചര്യം അനുവദിച്ചില്ല. ഹെരോദ രാജാവ് കുഞ്ഞുങ്ങളെ കൊന്നുകളയുവാൻ കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ, യഹൂദന്മാരുടെ രാജാവായി ഒരുവൻ പിറന്നു എന്ന വാർത്ത വിദ്വാൻമാർ ഹെരോദാവിനെ അറിയിക്കുമ്പോൾ, ഈ സാഹചര്യത്തിന്റെ നടുവിൽ യേശുവിനെ കൂട്ടിക്കൊണ്ട്
അവിടെ നിൽക്കാൻ കഴിയാതെ ജോസഫ് മിസ്രൈമിലേക്ക് പോവുകയാണ്. ഞാനിതിങ്ങനെ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, നിങ്ങളെ മനസ്സിലാക്കാതെ, നിങ്ങൾ ആരെന്നും എന്തെന്നും അറിയാതെ ഒരു സമൂഹം നിങ്ങളെ ഇന്ന് റിജക്റ്റ് ചെയ്യുമ്പോൾ, ഇന്ന് നിങ്ങളെ അവർ ഒഴിവാക്കുമ്പോൾ അവരറിയുന്നില്ല നാളുകളിൽ നിങ്ങൾ അവർക്ക് ഒരു മൂലക്കല്ലായി തീരുമെന്ന്. നാളുകളിൽ നിങ്ങൾ ഒരു ഫൗണ്ടേഷനായി മാറുമെന്ന്. ജോസഫ് യേശുവിനെ കൊണ്ട് മിസ്രൈമിലേക്ക് പോകുന്നു. അവർ മിസ്രൈമിൽ താമസിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നത് വരെ നീ അവിടെ പാർക്കുക. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിരിക്കുന്നു എന്ന പ്രവചനത്തിന്റെ നിവർത്തീകരണത്തിന് അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ ഒരു സമൂഹം യേശുവിനെ റിജക്റ്റ് ചെയ്തു. പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വളരാൻ അനുവദിക്കാതെ ജന്മദേശം പുറപ്പെടുവിച്ച നിയമങ്ങൾ നിമിത്തം യേശുവിനെ കൊണ്ട് നിൽക്കാൻ മേലാതെ അവിടുന്ന് പോകേണ്ടി വന്നു. ഞാനിത് തുടങ്ങി വെക്കുന്നതേ ഉള്ളൂ. താഴേക്ക് പോകുമ്പം ഒരു വാക്യം ഒരു ജീവിതമായി മാറുന്നത് നിങ്ങൾ തിരിച്ചറിയാൻ പോവാണ്. യേശു കർത്താവിനെ പിന്നത്തേതിൽ മേരിയും ജോസഫും കൂടെ ജെറുസലേം ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവരുന്നൊരു ഭാഗമുണ്ട്. കടിഞ്ഞൂലായ ആൺകുട്ടികളെ ഒക്കെയും ദൈവസന്നിധിയിൽ ഡെഡിക്കേറ്റ് ചെയ്യണം, പ്രതിഷ്ഠിക്കണം എന്ന ദൈവവചന പ്രകാരം മേരിയും ജോസഫും കൂടെ യേശുവിനെ ഡെഡിക്കേറ്റ് ചെയ്യാനായി കൊണ്ടുവരികയാണ്. നമുക്കവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം, മേരിയുടെ കയ്യിൽ യേശു കർത്താവ് ഇരിപ്പുണ്ട്. ഒന്ന്, can you please imagine that? മേരിയുടെ കയ്യിൽ യേശു കർത്താവ് ഇരിപ്പുണ്ട്. ജോസഫിന്റെ കയ്യിൽ കുറുപ്രാവിന്റെ അല്ലെങ്കിൽ പ്രാക്കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട്. അത് വ്യക്തമാക്കുന്നത് ലൂക്കോസ് 2:24 മുതലുള്ള വാക്യമാണ്. അവനെ കർത്താവിന് അർപ്പിക്കാനും ഒരു ഇണ കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ കൊണ്ട് ജെറുസലേമിൽ കൊണ്ടുപോയി. ജെറുസലേം ദേവാലയത്തിൽ ഡെഡിക്കേഷൻ ഡേ ഉണ്ട്, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന ദിനമുണ്ട്. ആ ദിവസത്തിൽ യേശുവുമായിട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു സംഭവം, ഒരു പിക്ചർ, ഒരു രംഗം അവിടെ കാണാം. മേരിയുടെ കയ്യിലിരിക്കുന്നത് അഖിലാണ്ടത്തിന്റെ ഉടയവനാണ്. അണ്ടകടാഹങ്ങളെ, സപ്തസാഗരങ്ങളെ, ലോകത്തെ മുഴുവൻ ചമച്ചവനാണ്. വാക്കുകൾ കൊണ്ട് സകലത്തെയും ഉളവാക്കിയവനാണ്. പക്ഷെ ആ യാഥാർത്ഥ്യം മേരിക്ക് മാത്രമേ അറിയുള്ളൂ. ജോസഫിന്റെ കയ്യിലേക്ക് നോക്കിയേ, പ്രാക്കുഞ്ഞുങ്ങളാണ് ഇരിക്കുന്നത്. അവിടെയുമുണ്ട് വേർതിരിവുകൾ. ഉന്നതനായ, ശക്തനായ, രാജകീയമായ പ്രമാണിത്വത്തിൽ, ആഠിത്വത്തിൽ, സമൃദ്ധിയിൽ ജനിച്ച കുഞ്ഞാണെങ്കിൽ അതിനെ പ്രതിഷ്ഠിക്കുമ്പോൾ വലിയ ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാങ്ങളെയുമാണ് യാഗമർപ്പിക്കുന്നത്. ശലോമോനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കെദ്രോൻ തോട് രക്തമായി തീർന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ശലോമോനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ദിവസം ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെ രക്തം ആലയത്തിൽ നിന്ന് ഒഴുകിയത് തോട്ടിലൂടെ ഒഴുകുമ്പോൾ തോട് രക്തം കളറായി. അത്രത്തോളം മൃഗങ്ങളെ ആ മകന് വേണ്ടി ദാവീദ് യാഗമർപ്പിപ്പാനിടയായി. കാരണം രാജാവിന്റെ മകനാണ്. എന്നാൽ യേശുവിനെ ഡെഡിക്കേറ്റ് ചെയ്യുവാൻ, സമർപ്പിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ സമ്പന്നന്മാരുടെ നിരയിൽ നിൽക്കുവാൻ മേരിയുടെയും ജോസഫിന്റെയും കയ്യിൽ ആട്ടുകൊറ്റന്മാരില്ല, കാളക്കിടാങ്ങളില്ല. വലിയ വലിയ ആൾക്കാരുടെ നിരകളിൽ നിൽക്കുവാൻ ആ നിരയിലുള്ള യാഗവസ്തുക്കൾ ഒന്നും തന്നെയില്ല. സാധുക്കളായ ആൾക്കാർ കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കുവാൻ നിൽക്കുമ്പോൾ കുറുപ്രാവിന്റെയോ പ്രാക്കുഞ്ഞുങ്ങളെയോ അവർ കൊണ്ടുപോയി യാഗമർപ്പിക്കാറുണ്ട്. ആ പ്രാക്കുഞ്ഞുങ്ങളുമായി ജോസഫ് നിൽക്കുമ്പോൾ ഞാനൊരു സത്യം പറയട്ടെ, ആ മേരിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞില്ലേ, യേശു എന്ന കുഞ്ഞ്, ആ കുഞ്ഞിന്റെ കുഞ്ഞുനാവൊന്നനക്കി കാളക്കിടാങ്ങൾ വരട്ടെ എന്ന് കൽപ്പിച്ചാൽ യോബിന്റെ ജീവിതത്തിൽ 3000 ഒട്ടകങ്ങളെയും ആടുമാടുകളെയും കൊടുത്ത ആ ദൈവത്തിന് നിമിഷങ്ങൾ കൊണ്ട് അവിടെ കാളക്കിടാങ്ങളെയും
ആട്ടുകൊറ്റന്മാരെ ഒക്കെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ആ കുഞ്ഞുനാവ് അനങ്ങുന്നില്ല. ആ ശിശു ഒന്നും തന്നെ സംസാരിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. അമ്മയുടെ നെഞ്ചോരം ചേർന്ന് ആ ചൂട് പിടിച്ചു കിടന്ന് സാധുക്കളുടെ നിരയിൽ സമർപ്പിതനാകാൻ നിൽക്കുന്ന ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തൂലിക ചലിപ്പിച്ചു. ഞാനും നിങ്ങളും സമ്പന്നരാകുവാൻ അവൻ ദരിദ്രനായി തീർന്നു. ഞാനും നിങ്ങളും സമ്പന്നനാകുവാൻ അവൻ ദരിദ്രനായി ഈ ഭൂമിയിൽ അവതരിച്ചു.